ബേപ്പൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിട നിർമ്മാണം പാതിവഴിയിൽ 6 മാസമായി മുടങ്ങിക്കിടക്കുന്ന പണികൾ പുനരാരംഭിക്കാൻ ഇനിയും വൈകുമെന്നാണ് അറിയുന്നത്. കെട്ടിടം പൂർത്തിയാക്കാൻ സംസ്ഥാന ബജറ്റിൽ 1 കോടി രൂപ കൂടി അനുവദിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതോടെ നടപടിക്രമങ്ങൾ തടസ്സപ്പെട്ടു. നടുവട്ടം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വളപ്പിൽ കോർപ്പറേഷൻ അനുവദിച്ച 15 സെന്റിലാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ഇരുനില കെട്ടിടം നിർമ്മിക്കുന്നത്. സാനിയോ മനോമി ബേപ്പൂരിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം എത്തുകയാണ്. വെരി ഗുഡ് ഈവനിംഗ് സാനിയോ മനോമി. MLA ഫണ്ടിൽ അനുവദിച്ച 50 ലക്ഷം രൂപ അത് ചെലവിട്ട് തുടങ്ങിയ പ്രവൃത്തി, അതിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പാകപ്പിഴകൾ അത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ളതെന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ നേരത്തെ തന്നെ ഒരു അനാസ്ഥ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അവിടെ എത്തുമ്പോൾ സാനിയോയ്ക്ക് എന്താണ് അറിയാൻ കഴിയുന്നത്? അതായത് നമ്മളിപ്പോൾ ഉള്ളത് ബേപ്പൂർ നടുവട്ടം ഇൻഡസ്ട്രിയൽ പാർക്കിൽ തുടങ്ങിയ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് മുൻപിലാണ്. ഈ സ്ഥലത്തിന്, അതായത് ആയുർവേദ ഡിസ്പെൻസറിക്ക് സ്ഥലം അനുവദിച്ചത് കോഴിക്കോട് കോർപ്പറേഷനാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, ഇതിപ്പോൾ 6 മാസമായി ഈ പണി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. നേരത്തെ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപ ചെലവിട്ട് 2022 ഡിസംബറിലാണ് ഇതിന്റെ പ്രവൃത്തി തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഈ പണി മുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ 6 മാസമായി മുടങ്ങിക്കിടക്കുന്ന പണി ശേഷം ഇപ്പോൾ വീണ്ടും ബജറ്റിൽ 1 കോടി രൂപ ഇതിനായി അനുവദിച്ചിരുന്നു. ഈ കഴിഞ്ഞ ബജറ്റിലാണ് അനുവദിച്ചത്. പക്ഷേ ആ അനുവദിച്ച തുക ലഭ്യമാവാൻ ഇപ്പോൾ സാഹചര്യമില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കെ ഇപ്പോൾ ഒരു തുകയും അനുവദിക്കാൻ കഴിയില്ല എന്ന സാഹചര്യമാണുള്ളത്. ഇതെന്നാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്, അതുകൊണ്ട് തന്നെ അത് അനുവദിക്കുന്നതിൽ തടസ്സമില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. എങ്കിലും അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ ഒരു സ്ട്രക്ചർ നിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്ത ശേഷമാണ് പണികൾ നിർത്തിവച്ചിരിക്കുന്നത്. സമയബന്ധിതമായി തന്നെ അന്ന് ഫണ്ട് അനുവദിച്ചിരുന്നുവെങ്കിൽ ഈ പണി കൃത്യമായി തീർക്കാമായിരുന്നു. പക്ഷേ അന്ന് ഫണ്ട് അനുവദിച്ചില്ല, അതുകൊണ്ടാണ് തീർക്കാൻ കഴിയാതിരുന്നത്. ആയുഷ് വെൽനസ് സെന്റർ എന്ന ആശയം മുന്നിൽ കണ്ട് 4750 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. കഴിഞ്ഞ ബജറ്റിൽ തുക അനുവദിച്ചതോടെ പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അനുമതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ മാത്രമേ അനുമതി ലഭിക്കൂ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഇതിനാണെങ്കിൽ ജൂൺ മാസം വരെ കാത്തിരിക്കേണ്ടതായും വരും. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ നിലവിലത്തെ ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ തന്നെ ബസ് സ്റ്റാൻഡിന്റെ മുകളിലുള്ള ഒരു ചെറിയ കെട്ടിടത്തിലാണ് എന്നതാണ്. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷേ ഇതിപ്പോൾ ചില നൂലാമലകളിൽ കുടുങ്ങിക്കിടന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടം വരെയും കാത്തിരിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ജൂൺ വരെയും ഇത് മുടങ്ങുമെന്നാണ് നമ്മൾ അറിയുന്നത്. സാനിയോ, ഇത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയാണ്. ഇത് ഏത് രീതിയിലാണ് പ്രവർത്തനം നടത്താനായി അവർ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു കെട്ടിടം പണിതിടുക, അതോടൊപ്പം ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ഇടത്തു നിന്ന് ആളുകളെ കൊണ്ടുവരിക എന്നതിനപ്പുറം വിശാലമായ സൗകര്യങ്ങളാണോ ഇവിടെ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ വിശാലമായ സൗകര്യങ്ങൾക്കുള്ള ഒരു സ്പേസ് അവിടെയുണ്ട് എന്നുള്ളത് വ്യക്തവുമാണല്ലോ. അതെ, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അത് വിശാലമായ സൗകര്യമാണ്. ഇരുനിലകളിലായി വളരെ നല്ല സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അതായത് ഈ കെട്ടിടം ആയുഷ് വെൽനസ് സെന്റർ എന്ന ആശയം മുന്നിൽ കണ്ട് 4750 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കെട്ടിടത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അനുമതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഡിസ്പെൻസറി പ്രവർത്തനക്ഷമമാക്കിയിട്ട് പിന്നീട് പഞ്ചകർമ്മ ചികിത്സാ സൗകര്യമുള്ള ആയുഷ് വെൽനസ് സെന്റർ ആക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. 2000-ലാണ് ബേപ്പൂരിൽ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി അനുവദിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇത്രയും വലിയൊരു സൗകര്യങ്ങളൊക്കെയുള്ള അല്ലെങ്കിൽ ഇതൊരു ആയുഷ് സെന്റർ, വെൽനസ് സെന്റർ തന്നെ ആക്കി മാറ്റേണ്ട ഒരു കെട്ടിടമാണ് ഇങ്ങനെ 6 മാസമായി യാതൊരു പണികളും നടക്കാതെ ഇവിടെ ഇങ്ങനെ തീർച്ചയായും സാനിയോ, ഒരു വെള്ളാനയായി കിടക്കുകയാണ് ഈ കെട്ടിടം എന്നുള്ളത് സാനിയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. അവിടുത്തെ സ്ഥലം MLA മന്ത്രി കൂടിയാണ്. മന്ത്രി അടക്കമുള്ള ആളുകൾ, അതായത് ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക അത് കിട്ടിയത് അല്ലെങ്കിൽ അത് അനുമതിയായി, പക്ഷേ അത് കയ്യിലേക്ക് കിട്ടുന്നത് വൈകുന്നത് മൂലമാണ് ഈ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. സമയബന്ധിതമായി ആ ഫണ്ട് എത്തിയിരുന്നെങ്കിൽ ഈ സ്ട്രക്ചർ, അതായത് കോൺക്രീറ്റ് ചെയ്ത് പണികൾ നിർത്തിവെക്കുന്ന ഈ സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എന്നതും വ്യക്തമാണ്. അതിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും ഈ ഫണ്ടിന്റെ കാര്യമാണെങ്കിൽ അത് ജൂൺ 4 കഴിഞ്ഞല്ലാതെ ഇനിയിപ്പോൾ അനുവദിക്കാൻ കഴിയുമോ, അതോ നേരത്തെ അനുവദിച്ചത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതിൽ ഒരു പുനർവിചിന്തനം നടക്കുമോ, അതൊക്കെയാണ് അറിയേണ്ടത്. നാട്ടുകാർക്ക് പ്രയോജനപ്പെടേണ്ട ഒരു കെട്ടിടം, അത് കെട്ടിടത്തിന്റെ ഒരു സ്ട്രക്ചർ മാത്രമായി നിൽക്കുന്ന കാഴ്ചയാണ് ബേപ്പൂരിൽ നിന്ന് നമ്മൾ കാണുന്നത്. സാനിയോ മനോമിയാണ് ഇന്ന് ലോക്കൽ ഫോക്കസിൽ നമുക്കൊപ്പം ചേർന്നത്.